ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അവനവൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു കാര്യമാണ്. സ്വന്തമായിട്ടൊരു തൊഴിലുണ്ടാവുക, ഒരാളുടെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റുക, ഒരാളിൽ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുക. മൈ ലൈഫ് ഇസ് സോ മച്ച് ബെറ്റർ ബിക്കോസ് ഓഫ് ആനിമൽസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണം, എനിക്ക് ഹ്യൂമൻ ബീങ്സ് വേണ്ട, എനിക്ക് ആ മനുഷ്യരെ കാണണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ മൃഗങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി. ലിവിങ് ഇൻ ദ മൊമെന്റിലാണ് അവർ. അവർക്കൊന്നിലും ഒന്നുമില്ല, അവർ സെന്നാണ്. ഞാൻ പറയുന്നോണ്ട് പറയാം, ഞാനും ഷെയ്നും ഞങ്ങളുടെ പ്രധാന കോൺവെർസേഷൻ ഇതാ, പൂച്ച കോൺവെർസേഷനാണ് ഞങ്ങളുടെ പ്രധാന കോൺവെർസേഷൻ. ഷെയ്ന് പൂച്ചയുണ്ട്, ടൈഗർ. പ്രാർത്ഥന എങ്ങനെയാണോ ഞാൻ നോക്കിയത്, അല്ലെങ്കിൽ പ്രാർത്ഥന എങ്ങനെയാണോ വളർത്തിയത്, അതുപോലെ എനിക്ക് നക്ഷത്രം വളർത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. സ്പെഷ്യലി ടീനേജ് ആയപ്പോഴാണ് മനസ്സിലായി. ഞാൻ ആദ്യം വിചാരിച്ചു പ്രാർത്ഥനയുടെ ടീനേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ എളുപ്പമാവുമല്ലോ. എവിടെ എടുത്ത് രണ്ടാമത്തെ ആള് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന രീതികളിൽ വളരെയധികം ഇന്റർഫിയറൻസ് വരികയും അത് നമ്മുടെ ഉള്ളിൽ ചിന്തകൾ ഉളവാക്കുകയും സംശയം തോന്നിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് മാറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കുമുണ്ട് അതേ ഒരു എക്സ്പോഷർ അവർക്ക് ഇന്ന് കുട്ടികൾക്കുണ്ട്. കാരണം കോവിഡ് സമയം വരെ മൊബൈൽ ഫോൺസ് മാറ്റി വെച്ചിരുന്ന മാതാപിതാക്കൾക്ക് ഇന്ന് അതിലേക്ക് തിരിച്ച് പോകാൻ പാടാണ്. പറയാൻ പറ്റില്ല. കാരണം ആ കോവിഡിന്റെ ആ സമയം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എല്ലാം ഓൺലൈനായി. ആ ഓൺലൈനിലൂടെ ഇവർക്ക് ആ ആക്സസ് കിട്ടി. ആ ആക്സസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അതിലൂടെ ഉള്ളൊരു എംപവർമെന്റ് കിട്ടി. പിന്നെ അവരവിടുത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. സോ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി എത്തുന്ന സമയം ആകുമ്പോഴത്തേക്കും അത് ഭയങ്കര ആ ബൗണ്ടറീസ് ഭയങ്കര ബ്ലറി ആയിരിക്കും. ഈ ചിലരൊക്കെ ഇപ്പൊ കുറച്ച് നേരത്തെ അമ്മയായ ആളാണ് ഇന്നത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ചു. അത്ര നേരത്തെ അല്ല എങ്കിലും അല്ലെ, ഏർലി 20s 24 ഏകദേശം ഏർലി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പലരും പറയാറുള്ളത് ഇപ്പം ഫസ്റ്റ് ചൈൽഡിനെ നമ്മൾ എന്തൊക്കെയോ ഒന്ന് ചെയ്ത് പാരന്റ് ചെയ്യും. ഏകദേശം പ്ലാൻ ആയി വരുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ബേബി വരുമ്പോൾ കൃത്യമായി നമുക്ക് ഒരു ട്രയല് നമുക്ക് അത് ആ ഒരു ഇത് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡിലാണ്. പ്രാർത്ഥനയുടെയും നക്ഷത്രയുടെയും കാര്യത്തിൽ എങ്ങനെയാണ് അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു? അതായത് പ്രഗ്നന്റ് അല്ല, അത് എല്ലാ പേരന്റിങ്ങിലും എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റ് ടൈമേഴ്സിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ. ഇതിന്റെ ഇടയിൽ നമ്മുടെ മൈൻഡ് നമുക്ക് അറിയാം, ഭയങ്കര കോംപ്ലെക്സ് അല്ലേ. കുറച്ച് ഇപ്പൊ രണ്ടാമത്തെ ആള് വരുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നു അത്ര സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. സോ പക്ഷെ അതാ അതാ പ്രോസസ്സിന്റെ ഭാഗമാണ്. ബട്ട് ഐ തിങ്ക് എനിക്ക് മോർ ദാൻ ദാറ്റ്, എനിക്ക് ആദ്യത്തെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്തായാലും എല്ലാം നമുക്കും ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അത് എപ്പോഴും ഒരു കോർ മെമ്മറി ആയിട്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും പറയുന്നത് രണ്ടാമത്തെ ആൾ ഇങ്ങനെ വളർന്നേന്ന് പോലെ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത്. കാരണം ആദ്യത്തെ ഒരു കോർ മെമ്മറി ആണല്ലോ. തീർച്ചയായിട്ടും അത് ആ യാത്രയിൽ പല കാര്യങ്ങളും പഠിക്കുകയും പിന്നെ നക്ഷത്രം ആയപ്പോൾ അത് നിന്ന് പ്രോഗ്രസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫാമിലിയും ഡിഫറെൻ്റ് ആണ്, ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളിലും അവരവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ പ്രാർത്ഥന എങ്ങനെയാണോ ഞാൻ നോക്കിയത്, അല്ലെങ്കിൽ പ്രാർത്ഥന എങ്ങനെയാണോ വളർത്തിയത്, അതുപോലെ എനിക്ക് നക്ഷത്രം വളർത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായി. സ്പെഷ്യലി ടീനേജ് ആയപ്പോഴാണ് മനസ്സിലായി. ഞാൻ ആദ്യം വിചാരിച്ചു പ്രാർത്ഥനയുടെ ടീനേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പോൾ എളുപ്പമാവുമല്ലോ. എവിടെ എടുത്ത് രണ്ടാമത്തെ ആള് വന്നോണ്ടിരിക്കുക. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കര അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ടെന്നേ. അതൊരു റിലേഷൻഷിപ്പ് ഇൻഡിവിജ്വലി അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആണ്. ഇപ്പം ടീനേജ് ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഈ ഫ്രീഡം എന്നുള്ളൊരു വാക്ക് അവിടെ വരുന്നു ഉണ്ടെങ്കിലും മറ്റേ കുറച്ചുകൂടെ നമ്മുടെ കൺട്രോളിലാണല്ലോ ഒരു ചെറിയ പ്രായം കടന്നു പോകുന്നത്. ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇന്ന് സോഷ്യൽ മീഡിയയും കൂടെ ഉള്ളതുകൊണ്ട് ഇത് നമുക്കിന്ന് ഒരു നേരത്തെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കൂട്ടുകുടുംബങ്ങളിൽ നമുക്ക് അതിനൊരു സ്ട്രക്ചറുണ്ട്, ഗുണമുണ്ട് ദോഷമുണ്ട്. പക്ഷെ ആ സ്ട്രക്ചറിൽ നിന്നുമുള്ളാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ നിന്ന് സിംഗിൾ യൂണിറ്റായി. ഇന്ന് സമൂഹവും കൂടെ ചേർന്നാണ് പേരൻറ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന രീതികളിൽ വളരെയധികം ഇന്റർഫിയറൻസ് വരികയും അത് നമ്മുടെ ഉള്ളിൽ ചിന്തകൾ ഉളവാക്കുകയും സംശയം തോന്നിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് മാറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കുമുണ്ട് അതേ ഒരു എക്സ്പോഷർ അവർക്ക് ഇന്ന് കുട്ടികൾക്കുണ്ട്. കാരണം കോവിഡ് സമയം വരെ മൊബൈൽ ഫോൺസ് മാറ്റി വെച്ചിരുന്ന മാതാപിതാക്കൾക്ക് ഇന്ന് അതിലേക്ക് തിരിച്ച് പോകാൻ പാടാണ്. പറയാൻ പറ്റില്ല. കാരണം ആ കോവിഡിന്റെ ആ സമയം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എല്ലാം ഓൺലൈനായി. ആ ഓൺലൈനിലൂടെ ഇവർക്ക് ആ ആക്സസ് കിട്ടി. ആ ആക്സസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അതിലൂടെ ഉള്ളൊരു എംപവർമെന്റ് കിട്ടി. പിന്നെ അവരവിടുത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. സോ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞു പോയിട്ട് ഭയങ്കര ആ ബൗണ്ടറീസ് ഭയങ്കര ബ്ലറി ആയിരിക്കും. ബട്ട് ഇറ്റ്സ് അഗൈൻ ഐ തിങ്ക് എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ. സോ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥന എടുത്ത് പറയുന്നത് പ്രാർത്ഥനയും കൂടെ എന്നെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് വേണം നക്ഷത്രം. അത് കുട്ടിയുടെ കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് കുട്ടി, അതൊക്കെ ഞാൻ പറയാറുണ്ട്. ബട്ട് യെസ് ഷീ ഡസ് ദാറ്റ്. അതൊരു എനിക്ക് ഭയങ്കര സന്തോഷമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഇപ്പം ന്യൂസുകളിലൊക്കെ പറയുന്നത് എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥയൊന്നും. കാരണം മാരേജിനോട് സ്ത്രീകൾ നോ പറയുന്നു, ഓക്കെ സമ്മതിക്കുന്നു, നോ അല്ലെങ്കിലും നമ്മളൊക്കെ അത് ഒന്ന് ഡിലേ ചെയ്യുന്നുണ്ട്. കാരണം ഞാനടക്കമുള്ള ആളുകൾ സമൂഹം അറിയുന്ന ഒരു കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്നവരാണ്. അങ്ങനെയാണല്ലോ ഇപ്പൊ ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഏജിൽ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ അന്ന് മാറ്റവും വന്നിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറയുമ്പോൾ ഐ ബി വെരി ഓണസ്റ്റ് വിത്ത് യു. കാരണം ഇതുപോലെ തന്നെ ഹരിതയെ പോലെയുള്ള കുട്ടികൾ പലരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇതൊരു കോൺവെർസേഷൻ ആയതുകൊണ്ട് തന്നെ ചോയ്സ് കഷ്ടപ്പെട്ട് അങ്ങനെ ചിന്തിച്ചിരുന്നവർ ഇപ്പോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുന്നുണ്ട്, ഇത് ഞാൻ ചോദിക്കുന്നത് ശരിയാണോ. ഇതാ ഞാൻ പറയും, കോൺവെർസേഷൻസ് വരുമ്പോൾ രണ്ട് ഭാഗത്തും ഗുണം ഉണ്ടാവും. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ നറേറ്റീവ് ഇതിനകത്ത് നമുക്ക് മോശമെന്ന് തോന്നുന്നതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും. ഞാൻ ചോദിക്കാൻ വന്നത്, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ത്രീക്ക് മാരേജ് ഒരു ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉള്ളൊരു സംഭവമാണ്. കാരണം അത് പെർസ്പെക്റ്റീവ്സ് ഓരോരുത്തരുടെയും ഓരോന്ന് പോലെയാണ്, മനസ്സിലായില്ലേ. ബട്ട് ഐ ടെൽ യു സംതിങ്, ആസ് എ വുമൺ, ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അവനവൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ടൊരു തൊഴിലുണ്ടാവുക, ഒരാളുടെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റുക, ഒരാളിൽ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുക. ഇനി കല്യാണം കഴിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ആ പാർട്ട്ണറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് സാഹചര്യവും നമ്മളിൽ നിന്ന് മാറി നിന്നാൽ എനിക്ക് സ്വയമേ ജീവിക്കാൻ പറ്റും എന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നത് നമ്മുടെ തൊഴിലാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അത് വളർത്തിയെടുത്തിട്ട് മതി ബാക്കിയുള്ള സംസാരം എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി സംഭവം. ഇപ്പം എൻ്റെ പ്രൈമറി വാല്യൂ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം എൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സമ്പാദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. പക്ഷെ വേറൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നന്നായി അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ സമ്പാദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതെല്ലാം നിർത്തിയിട്ട് കല്യാണം കഴിച്ചല്ലേ എന്നൊരു ചോദിക്കാം. ഈ പൂർണ്ണിമ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ പൂർണ്ണിമയുടെ ജീവിതത്തിൽ നിന്നും അതല്ലേ പഠിച്ചത്. ചിലപ്പോൾ ഞാൻ അതായിരിക്കും പഠിച്ചത്, അതുകൊണ്ടായിരിക്കും ഞാൻ ഇന്നിപ്പോൾ ഇതിങ്ങനെ പറയുന്നത്. ബട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഒരിക്കലും ഒരു പോസ് ബട്ടൺ അമർത്താതെ എൻ്റെതായ രീതിയിൽ ബിസിയായി ഇരിക്കാനും ആ ഫിനാൻഷ്യൽ എംപവർമെന്റ് വരുത്താനും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുത്താനും ഞാൻ കോൺസ്റ്റന്റ്ലി ശ്രമിച്ചത് അതുകൊണ്ടായിരിക്കാം. ഈ തോട്ട് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം. ഇന്നിവിടെ നമ്മൾ സംസാരിക്കേണ്ടത് വിവാഹം തീർച്ചയായിട്ടും വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോയ്സ് ഇൻഡിവിജ്വലി നിങ്ങളുടേതാണ്. അതിലേക്ക് ആരും ഇടപെടാതിരിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷെ ആ ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടോ എന്നുള്ളത് നമ്മളിവിടെ ചിന്തിക്കണം. ഇപ്പൊ നമുക്ക് ഇറ്റ് ഈസ് യുവർ ചോയ്സ് എന്ന് പറയാൻ എളുപ്പമാണ്, അത് നിങ്ങളുടെ തീരുമാനം എന്ന് പറയാനുള്ളത്. പക്ഷെ ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നതൊന്നും ഇൻഡിവിജ്വലി ആൾക്കാർക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഇഷ്ടമുള്ള ചോയ്സ് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സമൂഹം പറയുന്ന ചോയ്സ് ആണ് അവർ എടുക്കുന്നത്, അത് അവരുടെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നമ്മൾ ആസ്വദിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ അവരുടെ ചോയ്സ് ആണോ എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലുള്ള സമയം പലപ്പോഴും ഉണ്ടാവുന്നില്ല. സമയമില്ല എന്നുള്ള സാഹചര്യം ഇല്ല, അതായത് പ്രായം പോലും ചിലപ്പോ. അതുകൊണ്ടാണ് കുറെ കാലം കഴിയുമ്പോൾ അതിൻ്റെ അകത്തു നിന്നും ഈ പറയുന്ന പോലെ ഇത്തിരി മെച്യൂരിറ്റി വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെതായിട്ടുള്ള പിഴകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങും, ഈ മൊത്തം പ്രോസസ്സിനെ അല്ലേ. ഇന്ദ്രൻ്റെ കൂടെ ഇപ്പം മലയാളിമയുടെ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കില്ലേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിക്കുമ്പോ എന്താ തോന്നുക? ആക്ടേഴ്സ് ആവോ അതോ ഒരു മടിയൊക്കെ ഉണ്ടാവോ? ഇപ്പം പറഞ്ഞില്ലേ സോഡാബാബുവും ജീവയും വന്നപ്പോൾ ഒരവസ്ഥ, അതുപോലെ നിങ്ങൾ അത്രയും ഒരു കമ്പാനിയൻസ് രണ്ടുപേരും സ്ക്രീനിൽ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുമ്പോ ഇല്ല ഇന്ദ്രൻ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. എൻ്റെ ഞാൻ പൊതുവെ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നില്ല സ്പീഡിൽ ചെയ്യരുത്, പോസിറ്റ് പറയണം. ബട്ട് അങ്ങനെ ഒരു ആ സ്പേസ് ഉണ്ട്, നമ്മുടെ ആക്ടർ സ്പേസിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഒരു ഹസ്ബൻഡ് വൈഫ് അവിടെ വരുന്നില്ലല്ലോ, വി ആർ പ്രൊഫഷണൽ ആക്ടേഴ്സ്. ഫാമിലിയിൽ എല്ലാവരെയും പറ്റി നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എനിക്ക് രണ്ടുപേരെ പറ്റി ഇനി എന്ത് പറഞ്ഞാലും വീട്ടിൽ എനിക്ക് ആ രണ്ടുപേരെ പറ്റി അറിയണം. കാരണം എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് അറിയാം. ആരാണ്?
അയ്യോ അവര് രണ്ടുപേരും ഓണത്തിന് ഞാൻ എത്ര വട്ടം എടുത്ത് നോക്കി. എന്റെ സോഴ്സ് ഓഫ് ലൈഫാ. എന്റെ മീ ടൈം ആണ്. ഇപ്പത്തെ പിള്ളേര് പറയുന്നത് പൂക്കീസ്. എന്റെ 5 ദിവസം മാറിയെന്ന് എനിക്ക് പറയണം. ഇവിടെ ഒരുപാട് പെറ്റ് ലവേഴ്സ് ഉണ്ട്. ഞങ്ങള് പൂച്ച സാർ ലവേഴ്സ് ഉണ്ട്, പട്ടി സാർ ലവേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ വേണ്ടി അവരെ പേരും ആരൊക്കെയാന്ന് ഇന്ദ്രൻ എപ്പോഴും ഇന്ദ്രൻ പറയുന്നത് ഈ പൈറ്റ് പൈപ്പർ എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. പൈറ്റ് പൈപ്പറുടെ മറ്റേ ഒരു നഗരത്തിൽ കുറെ എലികൾ വന്നിട്ട് ആ നഗരം ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. പിന്നെ അവസാനം ഒരു പൈറ്റ് പൈപ്പർ വരും. അപ്പൊ അദ്ദേഹം പൈപ്പ് വായിക്കുമ്പോ എലികളെല്ലാം അങ്ങനെ കൂടെ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മ്യൂസിക്കില് മെസ്മറൈസ്ഡ് ആയിട്ട് എലികളെല്ലാം തന്നെ ആ സിറ്റിയിൽ നിന്നും പുറത്തു കൊണ്ടുപോയി കളയുന്നു. അതാണ് കഥ. അപ്പൊ വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ എലികൾ. അതുപോലെയാണ് ഇന്ദ്രമണി വീട്ടിൽ നടക്കുമ്പോ ഞാൻ മുന്നേ നടക്കും, പുറകെ ഇങ്ങനെ കുറേ എല്ലായിടത്തും രാവിലെ എഴുന്നേക്കണ സമയം തൊട്ട്. പക്ഷെ എനിക്ക് പറ്റില്ല. 3 പൂച്ചകളുണ്ട്, 3 അഡോപ്റ്റഡ് ആണ്. 3 ഈ പറഞ്ഞ പ്രാർത്ഥനയാണ് 3ന്റെയും ആൾക്കാർ. പ്രാർത്ഥന ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇമോഷണൽ ഡിപ്പെൻഡൻസി വളരെ കൂടുതലുള്ള കുട്ടിയാണ്. അപ്പോൾ പെറ്റ്സ് ആയിട്ടാണ് എപ്പോഴും വളർന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആവാം. ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിലെ എക്സസൈസ് ഓൺ എ ഡേ ടു ഡേ ബേസിസ് അധികം ഇമോഷണൽ ഡിപ്പെൻഡൻസി വരാത്ത എന്തെങ്കിലും എക്സസൈസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറ്റുമായിട്ട് കാരണം അത് ബാലൻസ് ചെയ്ത് എല്ലാത്തിനെയും ഇമോഷണൽ ആയിട്ട് കാണാൻ പഠിക്കരുതെന്നും കൂടെ നമ്മൾ പറയണമല്ലോ. നമ്മൾ കുട്ടികളോട് അത് പറയണം. കാരണം എല്ലാത്തിനെയും നമ്മൾ ഇമോഷണൽ ആയിട്ട് കാണാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ അത് പഠിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു വന്ന ഒരു കാര്യം ചെയ്യാം. ഇനി വേണ്ട, സമാധാനമായി, എന്തെങ്കിലല്ലേ പ്രശ്നമുള്ളൂ, വേണ്ട വിചാരിച്ചു. ചെറിയ ആള് ഒരു 4-5 വയസ്സായപ്പോൾ എഴുതാനൊക്കെ പഠിക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ ബെഡ്റൂമിന്റെ ഡോറിന്റെ പുറത്ത് ഇങ്ങനെ കൊണ്ട് ഒട്ടിച്ചു വെക്കും, ഐ വോണ്ട് എ ഷിറ്റ്സു. എന്നിട്ട് അവളുടെ ബെഡ്റൂമിന്റെ ഡോറിന്റെ പുറത്ത് ഒട്ടിക്കും, പ്ലീസ് 1 ഷിറ്റ്സു. പല എടുത്ത് ഒട്ടിച്ചൊട്ടിച്ചു വെക്കായിരുന്നു. അവസാനം എന്താ പറഞ്ഞ പോട്ടെ നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ബൂബു വരുന്നത്. ബൂബു 7 വയസ്സ് വരെ ഉണ്ടായിരുന്നു. ബൂബുവിന്റെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാ. കോവിഡിന്റെ സമയത്ത് നമ്മള് എല്ലാവരും കൺഫൈൻഡ് സ്പേസിലായിരുന്നല്ലോ. അപ്പം ക്വാറന്റൈൻ, ആരും പുറത്തു പോകാൻ പാടില്ല. അപ്പൊ ഞാൻ താമസിച്ചിരുന്ന അതേ ഫ്ലാറ്റിലാണ്, അതേ ഫ്ലോറിലാണ് രഞ്ജിനി ഹരിദാസ് താമസിക്കുന്നത്. രഞ്ജിനിക്ക് ഒരു ഷിറ്റ്സു ഉണ്ട്, ബഡി. ഓക്കെ, അപ്പൊ ബൂബും ബഡിയും ഫ്രണ്ട്സ് ആണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡിന്റെ സമയം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നക്ഷത്രയും പ്രാർത്ഥനയും പറഞ്ഞു, നമുക്ക് ബൂബുവിനെയും ബഡീനെയും കല്യാണം കഴിപ്പിക്കാം. കാരണം ഇവർക്ക് പുറത്തു പോകാൻ പറ്റില്ല, ഒന്നുമില്ല, എന്റർടൈൻമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ ഇവര് തന്നെ കണ്ടുവച്ചൊരു എന്റർടൈൻമെന്റ്, നമുക്കൊരു ബൂബുവിനെയും നാരേനെയും കല്യാണം കഴിപ്പിക്കാം. നമ്മൾ അത് എന്തിനാ ബൂബുവിനെയും ബഡീനെയും എന്തിനാ അത് ചെയ്യണേ നക്ഷത്രമായിട്ട് ചോദിച്ചു. പറഞ്ഞാൽ അത് നമുക്ക് എനിക്കിങ്ങനെ ഗൗണൊക്കെ ഇട്ടിട്ട് നടക്കണം. എന്നിട്ട് അപ്പോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ശരി ഇന്ന് പിള്ളേരല്ലേ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് കുട്ടികൾ ഗൗണെല്ലാം ഇട്ട് വെയിലെല്ലാം ഇട്ട്, ഇവരാ വെയിലിട്ടിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 പേർക്കും കുറച്ച് തോർത്തൊക്കെ ഉടുപ്പിച്ച് അതും ഇങ്ങനെ വെയിലായിട്ടൊക്കെ ഇട്ടിട്ട് 2 പേര് ഒരു സിറ്റ് ഡൗൺ ഡിന്നർ ഒക്കെ ഉണ്ടാക്കി, കാർഡൊക്കെ എഴുതി, നക്ഷത്ര കേക്കൊക്കെ ബേക്ക് ചെയ്ത് തന്ന്, പ്രാർത്ഥനയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഫുൾ സമയത്ത് ലോക്ക്ഡൗൺ അല്ലേ, അപ്പൊ ഇല്ല. അപ്പൊ ഓരോ ദിവസം എന്താ നമ്മൾ ചെയ്യാ, കുറച്ചുകൂടെ എന്റർടൈനിങ് ആയി, കുറച്ചുകൂടെ ഒരു ദിവസം കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ട് കഴിഞ്ഞു പോകാൻ ഓരോ ദിവസം ഓരോ പ്ലാൻസ് ആണ്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് കേട്ടോ. അങ്ങനെ അവര് കല്യാണം കഴിച്ചു. കല്യാണം എല്ലാം കഴിഞ്ഞ് ഡിസംബർ ആയപ്പോഴത്തേക്കും കൺസീവ് ആയി കഴിഞ്ഞ് ഫെബ്രുവരി 10th ബൂബു പ്രസവിക്കുന്നത്. അപ്പോൾ ബൂബുവിന് 2 ബേബീസാണ്. ഒന്ന് റിയോ ആൻഡ് ദെൻ നാല. റിയോ മെയിൽ ഡോഗാണ്, അതുകൊണ്ട് തന്നെ രഞ്ജിനി കൊണ്ടുപോയി. ഫീമെയിൽ ആണ് നാല എൻ്റെ കൂടെ. അപ്പം അങ്ങനെ എൻ്റെ കയ്യിൽ ബൂബു നാലയുണ്ട്. അങ്ങനെ ബൂബു നാലയും ഞാനും ഇന്ദ്രനും 2 മക്കളും. അതാണ് നമ്മുടെ കുട്ടി ലൈഫ്. അതിലേക്കാണ് ലേലയുടെ എൻട്രി. ലേല ഒരു കാട്ടുപൂച്ച. അപ്പൊ ലേല ഒരു ശരിക്കും പറഞ്ഞ ഒരു അബ്യൂസ്ഡ് ക്യാറ്റായിരുന്നു. അതിനെ എവിടുന്നോ പ്രാർത്ഥന എടുത്തുകൊണ്ട് വന്ന് കുറേ ദിവസം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അമ്മ പാവമ്മ. എനിക്കാണെങ്കിൽ പൂച്ചകൾ ആ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്ക് ചൈൽഡ്ഹുഡിൽ ഒരു ഭയങ്കര സ്കെയറി ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പുറകിൽ ജനൽ തുറന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ഒരു ക്യാറ്റ് മീത്ത് ചാടിയിട്ട് ഞാൻ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്, കുഞ്ഞായിരുന്ന സമയത്തായിരുന്നു. ആ ഉള്ളിലത്തെ പേടിയായിരുന്നു ഇരിക്കാം. പിന്നെ എനിക്ക് അങ്ങോട്ട് പൂച്ചകൾ ഭയങ്കര പേടിയായിരുന്നു.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് എൻ്റെ മുറിയിൽ ഇരുന്നോളും, ഞാനൊന്നും ചെയ്യില്ല, പുറത്ത് വരില്ല എന്നെല്ലാം പറഞ്ഞ് 1 മാസത്തോളം ഞാൻ ആ ഭാഗത്തോട്ടേ പോയില്ല കേട്ടോ. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് മനസ്സങ്ങനെ എനിക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ലേല നമ്മുടെ ഫാമിലിയിലൊരു അംഗമായി. പക്ഷെ ലേലയാണ് ഒരു ഇന്നേ വരെ ഞാൻ വളർത്തിയിരിക്കുന്ന പെറ്റ്സിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ലേലി പൂച്ച എന്താ ഞാൻ വിചാരിച്ച പോലത്തെ പൂച്ച അല്ലാത്തതെന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സാഹചര്യത്തിൽ പിന്നെയും ഈ കുട്ടി പ്രാർത്ഥന കുറേ ആനിമൽ റെസ്ക്യൂ ഗ്രൂപ്പ്സിലെ മെമ്പറാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വരുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടുമല്ലോ. അങ്ങനെയാണ് ബോബ വരുന്നത്. ബോബ ഒരു പേർഷ്യൻ കാറ്റാണ്, റഷ്യൻ ബ്ലൂ കളറിലെ പേർഷ്യൻ കാറ്റാണ്. ബോബ വന്നു. ബോബിനെ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്? നമ്മള് ബോബ പ്ലേഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാ കൊണ്ടുവന്നേ. ബോബ പ്ലേഫുൾ ആവാന്ന് വന്നിട്ട് ഇതുണ്ടോ അനങ്ങി ഇരുത്തി അടുത്തുനിന്ന് പൂച്ച സാർ എഴുന്നേക്കൂല. അദ്ദേഹത്തിന് അധ്വാനിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് മരിക്കുന്നല്ലാതെ അനങ്ങലാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും ആള് കളിക്കണില്ല. പക്ഷെ ഭയങ്കര നമ്മളെല്ലാരും ഉണ്ടെങ്കിൽ നമ്മുടെ നടുക്കൊന്നും ഇങ്ങനെ ഇരിക്കും. ഫുൾ ടൈം കോൺവെർസേഷൻ കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ട് ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ലേല, ബോബ, നാല, ബൂബു 4 പേരായി. ആ സമയത്താണ് പ്രാർത്ഥന പഠിക്കാൻ പോയി. ലണ്ടനിൽ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ഇനി അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുമോ എടുത്തോണ്ട് വരും. ഞാൻ മോളെ അതൊന്നും ചെയ്യരുത്, വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവിടെ ഒഴിവാക്കാനും നമുക്ക് പറ്റില്ലല്ലോ. ഒരു അഡോപ്റ്റ് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കുന്നതും ശരിയല്ല. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി അത് ചെയ്തില്ല. തിരിച്ച് ബാംഗ്ലൂരിൽ ഒരു 6 മാസം ഉണ്ടായിരുന്നു. ഒരു സൈക്കോളജി ഇൻ തിയേറ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടുന്ന് അഡോപ്റ്റ് ചെയ്തതാണ് സൂഷി. സൂഷിയാണ് ഞങ്ങളുടെ വീട്ടിലെ രാജകുമാരി. അതാണ് ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന ആള്. സൂഷി ഡിമാൻഡ്സ്, സൂഷി കമാൻഡ് ചെയ്യും. സൂഷിയുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. മനസ്സിലായില്ലേ? സൂഷിയാണ് അവിടെ ഭക്ഷണം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. സൂഷി പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കണം. നമ്മളെല്ലാം സൂഷി പറയണ പോലെ ചെയ്യണം. അപ്പോൾ സൂഷി വന്നതിന് ശേഷം ഭയങ്കര ഈ പറഞ്ഞ പോലെ വീട്ടിലൊരു ലൈഫ് വന്ന പോലെയായി. പിന്നെ ഇതിനിടയിൽ ബൂബു പോയി. 2 വർഷം മുന്നേ ഐ ലോസ് ബൂബു. അപ്പോഴത്തേക്കും നാല ഭയങ്കര ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയി ഞാനുമായിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷൂട്ടിങ്ങിനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ കാണാം ഹെൽത്ത് ഇങ്ങനെ ഡിറ്റോറിയേറ്റ് ചെയ്യുന്ന കാണാം. സ്പെഷ്യലി എനിക്ക് ഇപ്പോൾ പ്രേക്ഷകർക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്, ചെറിയ ഡോഗ്സ്, ലാബ് ഡോഗ്സ് അല്ലെങ്കിൽ ചെറിയ ബ്രീഡിലുള്ള ഡോഗ്സ് വളരെ വളരെ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവരെ വളർത്തിയപ്പോഴാണ്. എല്ലാ ഡോഗ്സും ഡിപ്പെൻഡൻ്റ് ആണ്, പക്ഷെ നമ്മൾ എത്രത്തോളം അവരോട് ഡിപ്പെൻഡൻ്റ് ആണോ അതിലും മേലെ അവർ നമ്മളുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, നമ്മൾ കുഞ്ഞുങ്ങളോട് കാണുന്ന പോലെ തന്നെയാണ് അവരെയും കാണേണ്ടത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതങ്ങനെയാണ്. അപ്പോൾ അത് ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ആ കണ്ണിലൂടെ പറയാൻ പറ്റുള്ളൂ. എനിവേ സ്റ്റോറിയിലോട്ട് വരാം. ഇത് എൻ്റെ കഥയെക്കാളും വലിയ ആണല്ലോ ഇവരുടെ കഥ. സത്യം. സോ ഇതിൻ്റെ അകത്ത് നാലയും ബോബയും ബെസ്റ്റ് ഫ്രണ്ട്സ്. അതായത് നാല ഷിറ്റ്സു ഫീമെയിൽ ഡോഗ്, ബോബ മെയിൽ ക്യാറ്റ്. ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സാ. ഇവരെല്ലായിടത്തും ഒരുമിച്ച് നടക്കും. ഇവരെല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുള്ളൂ. ബൂബുവിന് ഭക്ഷണം കൊടുത്താൽ നാളേക്ക് ഭക്ഷണം കൊടുത്താൽ ഇവർക്ക് കൊടുത്താൽ അവർ കഴിക്കുള്ളൂ. അങ്ങനെ അത്രയും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാ. പിന്നെ പേർഷ്യൻ ക്യാറ്റിൽ ജട പിടിക്കുള്ളൂ ശരീരത്തിൽ മൊത്തം. അതെല്ലാം ഈ നാളെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ വീഡിയോ വരെ ഉണ്ട് എൻ്റെ കയ്യിൽ, കറക്റ്റ് ആയിട്ട് അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളതെല്ലാം. മൈ ലൈഫ് ഇസ് സോ മച്ച് ബെറ്റർ ബിക്കോസ് ഓഫ് ആനിമൽസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണം, എനിക്ക് ഹ്യൂമൻ ബീങ്സ് വേണ്ട, എനിക്ക് ആ മനുഷ്യരെ കാണണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ മൃഗങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി. ബിക്കോസ് എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എത്രയോ നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വളരെ അറ്റാച്ച്ഡ് ആവും. അപ്പോൾ ഇവർ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ടു ഡിറ്റാച്ച് ടു ബി അറ്റാച്ച്ഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ലിവിങ് ഇൻ ദ മൊമെന്റിലാണ് അവർക്കൊന്നിലും ഒന്നുമില്ല. അവർ സെന്നാണ്. ഞാൻ പറയുന്നോണ്ട് പറയാം, ഞാനും ഷെയ്നും ഞങ്ങളുടെ പ്രധാന കോൺവെർസേഷൻ ഇതാ, പൂച്ച കോൺവെർസേഷനാ ഞങ്ങളുടെ പ്രധാന കോൺവെർസേഷൻ. ഷെയ്ന് പൂച്ചയുണ്ട്, ടൈഗർ. ബട്ട് ഐ തിങ്ക് ദ ലൈഫ് ബിക്കംസ് എ ലോട്ട് ബെറ്റർ. പിന്നെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ എംപത്തി പഠിപ്പിക്കാൻ ഇതിലും എളുപ്പമായിട്ടുള്ള ഒരു വഴി വേറെ ഇല്ല. കാരണം നമുക്ക്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ഹ്യൂമൻ ബീങ്സ്. യെസ്. യു ഷുഡ് ബി കൈൻഡ്, യു ഷുഡ് ബി എംപത്തറ്റിക്. വേറൊരു സഹജീവിയോട് ഈ കോ എക്സിസ്റ്റൻസ് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ പറയാനും പ്രീച്ച് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മളത് കണ്ടു വളരണം എന്ന് പറയും. ഞാൻ അങ്ങനെയാണ് വളർന്നത്, ഇന്ദ്രനും അങ്ങനെയാണ് വളർന്നത്. ഫൈനലി ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നാ പറയാ, അങ്ങനെ വിചാരിക്കണ്ടോ? യെസ്, 100%. ഡെഫിനറ്റ്ലി അതങ്ങനെ ആവണം. കാരണം നമ്മളാണ് ഈ പറഞ്ഞ പോലെ നമ്മളാണ് അതിനൊരു ഇത് കൊടുക്കുന്നത്. ഇന്ന പ്രായത്തിൽ ഇത് ചെയ്യാവോ, ഇന്ന പ്രായത്തിൽ ഇത് ഇടാവോ, ഈ പ്രായത്തിലാണോ ഇതൊക്കെ ചെയ്യുന്നത്? സോ ഐ തിങ്ക് അത് അവരവരുടെ ബിലീഫ് സിസ്റ്റം വെച്ചിട്ടാണ് അവർ പറയുന്നത്. അതിൽ തെറ്റാണ് ഞാൻ പറയുന്നില്ല. അതിനുള്ള എക്സ്പോഷറേ അവർക്കുള്ളൂ. അപ്പോൾ നമുക്കത് അവരെങ്ങനെയാണ് അത് തെറ്റാന്ന് പറയുക? അവർക്ക് അതിൻ്റെ എക്സ്പോഷർ ഇല്ലല്ലോ. മറിച്ച് ചിന്തിക്കാൻ എന്താണ് എന്നുള്ളതും അപ്പുറത്ത് എന്താന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗ്രേസ്ഫുൾ തിങ്സ്. എനിക്ക് ചിലർ പറയും ഇങ്ങനെ, എനിക്ക് ബർത്ത്ഡേസ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നത് 1 year വൈസർ എന്ന് പറഞ്ഞാൽ വിസ്ഡം എന്ന് പറയുന്ന സ്പേസ് ഉണ്ടല്ലോ ഹരിത, അത് ഭയങ്കര കിക്കാണ്. അത് നമുക്ക് നമ്മൾ എന്തായിരുന്നോ അത് അവിടെ നിന്നും നമ്മൾ എത്ര ദൂരം മുന്നോട്ട് പോയി ആസ് എ ഹ്യൂമൻ ബീയിങ് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കി, അയ്യേ എന്ത് മോശമായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എന്ത് മണ്ടത്തിനാണ് ഞാൻ ചെയ്തത്. അതാ ഞാൻ പറഞ്ഞ ആ ഒരു മെച്യൂരിറ്റി നമുക്ക് അതിപ്പോ ഏജ് കാരണം തന്നെ വരണം എന്നില്ല. അത് ജീവിത സാഹചര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എക്സ്പീരിയൻസസ് മെച്യൂരിറ്റി എന്ന് പറയുന്നത് എക്സ്പീരിയൻസസിലൂടെയും സാഹചര്യങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. പക്ഷെ ഐ പേഴ്സണലി ഫീൽ ദറ്റ് നമ്മുടെ ഉള്ളിലത്തെ ചൈതന്യം ഉണ്ടല്ലോ, യുവർ എനർജി, യുവർ ആസ് ഓൾഡ് ആസ് യുവർ എനർജി എന്ന് പറയും. സോ അതാണ് അതിന്റെ പ്രൈമറി തിങ്. അപ്പം ഇപ്പം ഞാൻ തുറമുഖത്തെല്ലാം ഉമ്മ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് 40 years ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ പ്ലേ ചെയ്തിരുന്ന ക്യാരക്ടർ 60 ആയിരുന്നു. അന്ന് എൻ്റെ അടുത്ത് സംവിധായകൻ രാജീവ് രവി പറഞ്ഞൊരു കാര്യമാണ്, പ്രായത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അത് നമ്പറിലല്ല വരുന്നത്. അത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഫീൽ ചെയ്ത് പ്രായത്തിൻ്റെ ഒരു വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാൻ പറ്റണം നമുക്ക്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചു കാലം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരാൻ. കാരണം അത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അതിനേലും പവർഫുൾ ആയിട്ടുള്ള വേറെ ഒന്നുമില്ല. സോ ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ്. സോ ഇഫ് യു ഡിസൈഡ് ദിസ് ഇസ് മൈ ഏജ് അല്ലെങ്കിൽ ദിസ് ഇസ് മൈ എനർജി, ഇറ്റ് ഇസ് ഇറ്റ്. ഐ ബിലീവ് ഇൻ ദാറ്റ്. അപ്പൊ ചേച്ചി സംസാരിച്ച അങ്ങനെ കൊറേ വിശേഷമുണ്ട്. 2-4 ഒക്കെ മണിക്കൂർ ചേച്ചിയോട് സംസാരിക്കാൻ. നമ്മളിപ്പോ പറഞ്ഞു വന്നത് ജീമ. അപ്പൊ ജീമേനെ പോയി എന്തായാലും കാണുക, ബൾട്ടി സിനിമ കാണുക. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ്. അക്കമ്മയുടെ ഇന്റർവ്യൂ എനിക്ക് എടുക്കാൻ പറ്റി, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ജീമാനെ വീണ്ടും എടുക്കാൻ പറ്റി. അടുത്ത വരട്ടെ, എന്നിട്ട് എനിക്ക് കുറെ ചോദ്യമായിട്ട് വരണം. ഭയങ്കര സന്തോഷം. വണ്ടർഫുൾ വാക്കിംഗ് ഡൗൺ ദ മെമ്മറി ലെയിൻ. ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു.